ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തടയാൻ ശ്രമിച്ചിട്ടും ദ ബിബി ഫയൽസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഡോക്യുമെന്ററിയിലൂടെ ആദ്യമായി നെതന്യാഹുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിന്റെ വീഡിയോകൾ ജനം കണ്ടു. വിവാദപരമായ ഡോക്യുമെന്ററി ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിലാണ് പ്രദർശിപ്പിച്ചത്. കൈക്കൂലി, അഴിമതി തുടങ്ങിയ ആരോപണങ്ങൾ നിഷേധിക്കുന്നതായി കാണിക്കുന്ന ചിത്രത്തിന്റെ പ്രദർശനം നിർത്താനുള്ള നെതന്യാഹുവിന്റെ അഭ്യർത്ഥന ഇസ്രായേലി കോടതികൾ നിരസിച്ചിരുന്നു. പ്രദർശനവേളയിൽ ഗസയിലെ ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ ബോർഡുകൾ പലരും കൈവശം വച്ചിരുന്നു. അലക്സിസ് ബ്ലൂം സംവിധാനം ചെയ്ത് അലക്സ് ഗിബ്നി നിർമ്മിച്ച ഈ ചിത്രം നെതന്യാഹുവിനെതിരെ ശക്തമായി പ്രതിരോധം ഉയർത്തുന്നതാണ്. 40,000-ലധികം മരണങ്ങൾക്ക് കാരണമായ ഗസയിലെ യുദ്ധം നെതന്യാഹു അവസാനിപ്പിക്കാത്തത് നേരിടുന്ന അഴിമതി ആരോപണങ്ങൾക്ക് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് ചിത്രം വാദിക്കുന്നു. ആയിരക്കണക്കിന് ജീവനേക്കാൾ സ്വയം സംരക്ഷിക്കുന്നതിലാണ് നെതന്യാഹുവിന്റെ ശ്രദ്ധയെന്നും ചിത്രം വെളിപ്പെടുത്തുന്നു. ഒക്ടോബർ 7-ന് മുമ്പ് നെതന്യാഹുവിന്റെ ചോർന്ന വീഡിയോകൾ ഗിബ്നിക്ക് ലഭിച്ചതോടെയാണ് എല്ലാം ആരംഭിക്കുന്നതെന്ന് ഡോക്യുമെന്ററി വിശദീകരിക്കുന്നു. നിലവിലുള്ള യുദ്ധം കാരണം ഡിസംബറിൽ നിശ്ചയിച്ചിരിക്കുന്ന വിചാരണ വൈകിപ്പിക്കണമെന്ന് നെതന്യാഹുവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഒരു വ്യക്തിയിൽ ഇത്രയും ആഴത്തിലുള്ള അഴിമതി താൻ കണ്ടിട്ടില്ലെന്നാണ് പ്രദർശനത്തിന് ശേഷം എൻഡോൺ ദി സ്മാർട്ടസ്റ്റ് ഗൈഡ് ഇൻ ദ റൂം സംവിധാനം ചെയ്ത ഗിബ്നി പറഞ്ഞത്. നെതന്യാഹുവിനെതിരെ ഔദ്യോഗികമായി അഴിമതി കുറ്റം ആരോപിക്കുന്നതിന് മുമ്പ് 2016-നും 2018-നും ഇടയിൽ പോലീസ് റെക്കോർഡ് ചെയ്തതാണ് സിനിമയിൽ കാണിക്കുന്ന ചോദ്യം ചെയ്യൽ വീഡിയോകൾ. ഹോളിവുഡ് നിർമ്മാതാവ് അർണൽ മിച്ചറിൽ നിന്ന് ഷാമ്പെയിൻ, ക്യൂബൻ ചുരുട്ടുകൾ, ആഭരണങ്ങൾ തുടങ്ങിയ വില കൂടിയ സമ്മാനങ്ങൾ താനും ഭാര്യയും സ്വീകരിച്ചുവെന്ന അവകാശവാദത്തെക്കുറിച്ച് നെതന്യാഹു ഫൂട്ടേജിൽ പറയുന്നുണ്ട്. നെതന്യാഹുവും ഭാര്യ സാറയും ഉപകാരങ്ങൾക്ക് പകരമായി സമ്മാനങ്ങൾ പതിവായി പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചിത്രം വിവരിക്കുന്നുണ്ട്. വീഡിയോകളിൽ ഇസ്രായേലി മാധ്യമ മുതലാളി ഷാൽ എലോവിച്ചിന് പ്രയോജനപ്പെടുന്ന നിയമങ്ങൾ താൻ അംഗീകരിച്ചുവെന്ന അവകാശവാദം നെതന്യാഹു ശക്തമായി നിഷേധിക്കുന്നുണ്ട്. ഇത് വെളിപ്പെടുത്തിയതിന് നെതന്യാഹു തൻ്റെ പ്രധാന സഹായിയായ നിർ ഹെഫേഴ്സിനെ നുണയനാണെന്ന് ആവർത്തിച്ചു വിളിക്കുന്നതും വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ നിന്നുള്ള നിർണായക തെളിവുകൾ ഇതിനകം ചോർന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീഡിയോകൾ ഇസ്രായേലിലെ പൊതുജനങ്ങൾക്ക് നിയമപരമായി കാണാൻ സാധിക്കില്ല. ചിത്രീകരിച്ച ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നുവെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് നിയമവിരുദ്ധമാണെന്നും ഗിബ്നി വിശദീകരിക്കുന്നു. എന്നാൽ ഈ നിയമം ഇസ്രായേലിന് പുറത്ത് ബാധകമല്ല. ഗസയിൽ മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായി ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ദി ബിബി ഫയൽസ് കൊണ്ടുവന്നതെന്ന് ഗിബ്നി വിശദീകരിച്ചു. ഡോക്യുമെൻ്ററി നെതന്യാഹുവിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ലെങ്കിലും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത പ്രസംഗങ്ങൾക്ക് പേരുകേട്ട നെതന്യാഹു ചോദ്യം ചെയ്യലിനിടെ തൻ്റെ സംയമനം നഷ്ടപ്പെടുന്നത് വെളിപ്പെടുത്തുന്നുവെന്ന് ഗിബ്നി പറയുന്നു. സഹപ്രവർത്തകരിൽ നിന്നുള്ള സാക്ഷ്യവുമായി പോലീസ് നെതന്യാഹുവിനെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടുകയും മേശയിൽ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോപണങ്ങൾ തടയാൻ ശ്രമിക്കുന്നതും കാണാം.